ഫ്രീ കിട്ടിയാൽ ഞാൻ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും. എന്നുവെച്ചാൽ ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്. ഒരു ജന്മം ചിന്തിച്ചിട്ട് പോലും തീർന്നിട്ടില്ല. അതാണ് ക്രിസ്തു. ചില സമയത്തവർക്ക് ദൈവമേ, എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യമാണ്. പ്രത്യേകിച്ച് കാത്തലിക് പ്രീസ്റ്റ്ഹുഡ് അടിപൊളി. ക്രിസ്തുവിനെ അറിയാൻ കാര്യം, മറ്റുള്ളവർക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള ക്രിസ്തുവിലേ ഉള്ളൂ, കൂദാശയിലുള്ള ക്രിസ്തു ഇല്ല. അത് വേറിട്ടൊരു സംഭവമാണ്. സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അപ്പം തമ്പുരാനിൽ 2.5 മണിക്കൂർ തൊട്ട് 3 മണി വരെ എടുത്ത് ഞാൻ കുർബാനയിലിട്ടുണ്ട്. ഞാൻ വെറുതെ നിങ്ങൾ വായിച്ചോളാൻ പറഞ്ഞതല്ല. ഈ നമ്മൾ പബ്ലിക്കായിട്ട് കുർബാനയുള്ള പോലെയല്ല, ഒറ്റയ്ക്ക് ക്രിസ്തുവായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആഭിമുഖ്യമില്ലേ, അതൊരു വല്ലാത്ത ആഭിമുഖ്യമാണ്. കാര്യം കുർബാനയുടെ ലിറ്റർജിയുടെ ഓരോ വാക്കുകളും കർത്താവെ കനിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ചരിത്രം അറിയുമെങ്കിൽ നമ്മുടെ കണ്ണു നിറയും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. എന്താ കാര്യം? രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പിന്തുടർന്ന് നശിപ്പിച്ച് അവരുടെ കൊട്ടക്കൊത്തളങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങളെ ജീവനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നശിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വരും. ഒരു കുതിരപ്പുറത്ത് അശ്വാരൂഢനായി ആധികാരികമായിട്ട് വിജയശ്രീലാളിനെ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച രാജാവിനെ മുമ്പിൽ ആൾക്കാർ അവരുടെ തോൾനാടനും മേലങ്കികളും വിരിച്ചിട്ട് പറയും, കർത്താവെ കനിയണമേ, ലോർഡ് ഹാവ് മെർസി ഓൺ us. എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചു, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അവരുടെ ഇതാണ് റോമൻ ചരിത്രം. ഇതിൽ നിന്നാണ് കർത്താവെ കനിയണം, ലോർഡ് ഹാവ് മെർസി ഓൺ us എന്ന് ജനങ്ങൾ പറയുന്നതാണ്. പിന്നീട് കർത്താവിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് പറയാൻ തുടങ്ങി. എന്താ കാര്യം?